कभी मेरे साथ कोई रात गुजार, कभी मेरे साथ कोई रात गुजार. ഹലോ, രാവിലെ ഇന്ന് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസാല ദോശ എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ്. ഈ ഓൺലൈൻ വ്യഭിചാര രംഗത്തെ ഒരു വ്യത്യസ്ത മഹിളാ രത്നത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. ആളുടെ പേര് അഷിത എന്നാണ്. ഓൺലൈൻ അഴിഞ്ഞാട്ടക്കാരികൾക്കിടയിലെ തന്ത്രശാലി എന്ന് വേണമെങ്കിൽ നമുക്ക് അഷിതയെ വിശേഷിപ്പിക്കാം. ചേച്ചിൻ്റെത് ഒരു ഡ്യുവൽ ലൈഫാണ്, നമ്മുടെ ബാറ്റ്മാനൊക്കെ പോലെ. പകൽ ഒരാൾ, രാത്രി വേറൊരാൾ. അഷിത ചേച്ചി പകല് കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോകും. ഈ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കുറെയൊക്കെ തൊട്ട് വന്നിരിക്കുന്ന അഷിത ചേച്ചിയെ കണ്ടാൽ എന്താ ഒരു ഐശ്വര്യം എന്നറിയോ? ഒരു തികഞ്ഞ ഭക്തിയാണെന്ന് എല്ലാവരും പറയും. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാണെങ്കിൽ ചേച്ചിയുടെ സ്വഭാവം മാറും. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും തുണി അയച്ചിട്ട് ലൈവ് തുടങ്ങും. ഒരു വല്ലാത്തൊരു ജീവിതം തന്നെയാണ് ചേച്ചിയുടേതെന്ന് പറയേണ്ടി വരും. ചില വീഡിയോസ് നമുക്ക് കണ്ടോക്കാം. ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങാൻ കേട്ടോ. ടോക്ക് വിത്ത് അഷിത എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കാണണം. അപ്പം എനിക്ക് ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഈ ചാനലിലും തരണം. എൻ്റെ മറ്റുള്ള ചാനലുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പം ഈ ഒരു ചാനലിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റുള്ളതുപോലെയല്ല, സംഭവം കളറാണ്, നല്ല അടിപൊളിയാണ്. ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടാകും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. നല്ലൊരു ചേച്ചിയില്ലേ, പുതിയൊരു ചാനലൊക്കെ തുടങ്ങുന്നു. ചാനലിന്റെ പേര് ടോക്ക് വിത്ത് അഷിത എന്നാണ്. അപ്പൊ എന്തോ കൂടുതൽ ടൈപ്പ് സംസാരിക്കുന്ന കണ്ടന്റുകളൊക്കെയാണ്, റിയാക്ഷൻ ബ്ലോഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. എന്തായാലും നന്നായി വരട്ടെ. ചേച്ചിന്റെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. നമസ്കാരം, ഇതെന്റെ പുതിയ ചാനലാണ്. ഇംഗ്ലീഷ് ഭാഷ മുഖ്യം തന്നെയാണ്. എന്നാൽ മലയാളികളായ നമുക്ക് ഒരു 5 മിനിറ്റ് തികഞ്ഞ മലയാളം മാത്രം പറയാൻ സാധിക്കില്ല. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുടെയും മലയാളം നമുക്ക് അറിയില്ല. അറിയുന്നവരുണ്ടാകും. നമ്മൾ ആളുകളുടെ അടുത്തേക്ക് പോയി അവരോട് സംസാരിക്കുന്നു. ഒരൊറ്റ ഇംഗ്ലീഷ് വാക്കും ഉപയോഗിക്കാതെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പറയുന്നു. ഇതുപോലെ നമ്മൾ കാണുന്ന ചില രീതികളായിരിക്കും ഈ ചാനലിൽ വിഷയങ്ങൾ മാറി വരും രീതികളും. ആഹാ, കൊള്ളല പരിപാടി. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്നുകൊണ്ടുള്ള വ്ളോഗിംഗ് ആണ് ചേച്ചി ചെയ്യാൻ പോകുന്നത്. മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തനി നാടൻ വ്ളോഗ്. എന്തൊരു നല്ല ചേച്ചി അല്ലേ. എന്തായാലും ചേച്ചിനൊരു വ്ളോഗ് കണ്ടോക്കാം. ഹായ്, അപ്പം നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക് പോലും പറയാതെ മലയാളം മാത്രം പറയുന്ന നല്ലൊരു തനി മലയാളീനെ കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മളത്. നമുക്കറിയാത്ത പല ഇംഗ്ലീഷ് വാക്കുകൾക്കുള്ള മലയാളം ചിലപ്പം വളരെ രസകരമായിരിക്കും അല്ലേ. നമുക്കത് രസകരമായിട്ട് തന്നെ ഒന്ന് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. അപ്പം നോക്കാം അല്ലേ. അപ്പം ഇന്നത്തെ ഒരു വിഷയം, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടേ ഈ എന്താ പറയുക, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക് പോലും പറയാതെ മുഴുവനായിട്ട് മലയാളം പറയാൻ ഏട്ടനെ കൊണ്ട് സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പല്ല് തേച്ചു. എന്തുപയോഗിച്ചിട്ട് പല്ല് തേച്ചു? മിക്കേരി കൊണ്ട് പല്ല് തേച്ചു. നൈസ് നൈസ്. മിക്കേരി അല്ലെങ്കിലും അല്ലേ. പല്ല് തേച്ചു. ചേട്ടാ ഷുഗർ ഒക്കെ ഇല്ല? ഇല്ലല്ലേ. ഷുഗർ ഒന്നുമില്ല. അപ്പൊ ചേട്ടനെ പഞ്ചസാര ഇടാത്ത ചായയാണ് കുടിച്ചെന്ന് പറഞ്ഞതിന് വരെ ചേട്ടാ ഷുഗർ എന്ന് പറഞ്ഞു. പണിക്ക് പോകുന്നതിന്റെ മുന്നേ രാവിലെ കുളിക്കൊന്നുമില്ലേ? കുളിയുണ്ട്. കുളിക്കുമ്പോ ചേട്ടൻ എങ്ങനെ ഇഞ്ചയും താളിയൊക്കെ പണ്ടത്തെ ആ സിസ്റ്റം ആണോ? ഇഞ്ചയും താളിയൊക്കെ ഉപയോഗിച്ചിട്ടാണോ? അല്ലല്ല, സോപ്പ്. രണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടൻ ആ ഇഞ്ചൻ താളിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചെറുപയർ പൊടി എന്നെങ്കിലും പറയാമായിരുന്നു അല്ലേ. പൊതുവേ ചേട്ടൻ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുക? മോഡേൺ ആയിട്ടുള്ളതാണോ അതോ നമ്മളെ പണ്ടത്തെ പോലെ മുണ്ടും ഷർട്ടും അങ്ങനെയൊക്കെ ആണോ ഉപയോഗിക്കുക? എങ്ങനെയാണ്? ഞാൻ ഉപയോഗിക്കുക ഷർട്ട്. കുപ്പായാണ് കേട്ടോ. ഷർട്ടിന്റെ മലയാളം കുപ്പായാണ്. അപ്പൊ ഓക്കെ, അത് പോട്ടെ. അപ്പൊ ഇനി എങ്ങനെയാ പോവാ? വണ്ടിയും പോവും. സ്കൂട്ടർ ആയിരിക്കും, ബൈക്ക് ആയിരിക്കും അല്ലേ? സ്കൂട്ടി. അല്ല, കഴിഞ്ഞ ഏത് എങ്ങനെയാ? പെട്രോളിലാണോ ഡീസലിലാണോ?
എന്തായാലും എന്താണ് നിങ്ങൾ അതിൽ ചോദിക്കലുണ്ടല്ലേ? കൊള്ളാലേ പരിപാടി, വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. ചേച്ചിക്ക് പണി അറിയാം. എന്തായാലും നമ്മുടെ അശ്വിത ചേച്ചി ഇതുപോലെ കുറെ ആളുകളുടെ അടുത്തേക്ക് പോകുന്നു. ഒട്ടുമിക്ക ആളുകളും ഇതുപോലെ മധ്യവയസ്കരായിട്ടുള്ള ആളുകളാണ് കേട്ടോ. മധ്യവയസ്കരാണ് ചേച്ചി ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും അടുത്ത് പോയി അവരോട് സംസാരിക്കുന്നു, മലയാളത്തിൽ സംസാരിക്കാൻ ചാലഞ്ച് ചെയ്യുന്നു. അവസാനം അവരെ കൊണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച ശേഷം ചേച്ചി അടുത്ത ആളെ തിരിഞ്ഞിറങ്ങും. പുതിയ ചാനലൊക്കെ തുടങ്ങി കുറച്ചു കാലത്തേക്ക് ചേച്ചിക്ക് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഇനി ചേച്ചി അമ്പലത്തിൽ പോയി ഒരു വീഡിയോ കണ്ടോക്കാം. ഹലോ, രാവിലെ ഇന്ന് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസാല ദോശ എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി മസാല ദോശയൊക്കെ കഴിച്ചു. എനിക്ക് മസാല ദോശേനെക്കാട്ടും ഇഷ്ടം ഇവിടെ വേറൊരു സാധനം ഉണ്ട്, അതാട്ടോ മെയിനായിട്ട് ഇഷ്ടം. മസാല ദോശയുടെ കൂടെ ഒരു ചായ കിട്ടൂലേ, ഒരു പിഞ്ഞാണത്തിൽ, നിങ്ങളെന്തായാലും പറയാ, ഒരു ഡവറയിൽ ഇതാ ഈ ഡവറ ചായ, ഇതിങ്ങനെ കുടിക്കാൻ എനിക്കിഷ്ടം കേട്ടോ. ചുമ്മാ അതും കുടിച്ചു. ഓ, എന്തൊരു കുലീനായിട്ടുള്ള സ്ത്രീയില്ലേ. രാവിലെ അമ്പലത്തിൽ പോകുന്നു, മസാല ദോശ കഴിക്കുന്നു. ചേച്ചി എല്ലാം കൊണ്ടും ഒരു ഉത്തമ വനിത തന്നെ. അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിയുടെ പകൽ പരിപാടികൾ. രാത്രിയായ പിന്നെ ചേച്ചി വേറെ തന്നെ ഒരാളാണ്. യൂട്യൂബിൽ ഒള്ളി ഫാൻസി ലൈവുകളും ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ വീഡിയോകളും ഒക്കെ ആയി ചേച്ചി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. 1-2 വീഡിയോകൾ കണ്ടോക്കാം. மார்போடு கண்கள் மூடவ மலரே மனமா గాలి తాకని నాలో సోకుని ఇన్నాళ్ళుంచనయ్యో నీ కోసం నా అందం చందం అంతా నీ कभी मेरे साथ कोई रात गुजार कभी मेरे साथ कोई रात गुजार. കണ്ടല്ലോ, രാത്രിയായാലും ചേച്ചിക്ക് ഇതാണ് പരിപാടി. പകൽ നാട്ടുകാരുടെ അടുത്ത് പോയി മലയാളം സംസാരിപ്പിക്കുന്ന അതേ ചേച്ചി തന്നെയാണ് ഇതെന്ന് ആരെങ്കിലും പറയും. മലയാളം ചാലഞ്ച് വഴി ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച അമ്മമാർക്കൊന്നും ഇപ്പൊ ഉറക്കില്ല എന്നാണ് കേട്ടത്. എന്തായാലും ചേച്ചി ചിലറക്കാരൊന്നല്ലോ കേട്ടോ. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി മാത്രം മാസം 2 ലക്ഷം റുപ്യ ഉണ്ടാക്കുന്നത്. എന്തൊരു അവസ്ഥയാണല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോ. സകല പെണ്ണുങ്ങളും തുണ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പമാർഗമായി ഇത് മാറി എന്നുള്ളതാണ്. പ്രായഭേദമനെ സ്ത്രീകൾ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. തുമ്പിയെ പോലുള്ള ടീനേജ് ഗേൾസ് തുടങ്ങി പർപ്പിളിനെ പോലെയുള്ള യുവതികൾ, അശ്വിത ചേച്ചിയെയും രേണു സുധിയെ പോലെയുള്ള തള്ളകളെല്ലാം ഇപ്പൊ ഒരുപോലെ തുണയിച്ചിട്ട് ആടുകയാണ്. ഇവരുടെ അയഞ്ഞാട്ടം കാണാൻ പല ഏജ് കാറ്റഗറിയിലുമുള്ള വയസ്സന്മാർ ക്യൂ നിൽക്കുകയാണ്. ചേച്ചിമാരുടെ വയറും തുടയും ക്ലീവേജും ഒക്കെ കണ്ടാൽ ഈ ഞരമ്പന്മാർക്ക് സമാധാനം പൊന്തത്തുള്ളൂ. അതിനുവേണ്ടി എത്ര പൈസ മുടക്കാനും ഇവർ തയ്യാറാണ്. കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെയും അധപ്പതിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? പർപ്പിള്, തുമ്പി, അശ്വിത നായർ, അഞ്ജിത, ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് ഈ നാട് തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് കാണുന്ന പുരോഗമനവാദികളായിട്ടുള്ള പലർക്കും ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്കിതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. അല്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ, അവരുടെ ശരീരമല്ല അവരെ കാണിച്ചു നടക്കുന്നത്, നിനക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന കുറെ ആളുകളുടെ കമന്റ് ഇങ്ങനെ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്. അങ്ങനെ കമന്റ് ചെയ്യുന്നവർക്കൊന്ന് ഓർത്താൽ മതി, ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇവറ്റകൾ അയഞ്ഞാട്ട് നടത്തുന്നത്. നിങ്ങളുടെയൊക്കെ മക്കൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ആണ് ഇത് എന്നുള്ള ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായാൽ മതി. എന്താ പറയാ, ഇങ്ങനെ കുണ്ടി മൂലം കാണിച്ച് പൈസ ഉണ്ടാക്കാതെ മാനും മര്യാദക്കും വല്ല പണിക്കും പോയിക്കൂടെ? പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ളിപ്പുണ്ടവർക്കൊക്കെ ശവങ്ങൾ. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ നഗ്നതാ പ്രദർശനം നടത്തി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. പക്ഷെ ഇവളുമാരെല്ലാരും കൂടെ എങ്ങനെ ആക്കി മാറ്റി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കഴിവുള്ള ആളുകൾക്ക് അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ഇതുപോലുള്ള കുറെ അയഞ്ഞാട്ടക്കാരികൾ ഇതിനെ റീഡിഫൈൻ ചെയ്തു. പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എളുപ്പ വഴിയായിട്ടുള്ള ശരീര പ്രദർശനവും തുടങ്ങി. നല്ല റീച്ചും കിട്ടി. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടിയാണെന്നാണ് ആളുകൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനും മര്യാദക്കും കണ്ടന്റുകൾ ചെയ്യുന്ന ആർക്കും സബ്സ്ക്രിപ്ഷൻ ഓണാക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്ത് പറയാനല്ലേ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.